morning, sir, and welcome to the show. Morning, Anla. Morning, viewers. യെസ് സർ, ഇന്നലെ യു എസ് സൂചികളിലേക്ക് തന്നെ പോയി നോക്കാം. യു എസിനെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ചും ടെക് ഹെവി ആയിട്ടുള്ള എൻവിഡിയുടെ ഓഹരികളിൽ ഏകദേശം 17% ഇൻട്രാഡേ ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ യു എസിന്റെ ഹിസ്റ്ററിയിൽ തന്നെയും ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു സിംഗിൾ ഡേയിൽ ഒരു സ്റ്റോക്കിൽ അധികം ഇടിവുണ്ടായിട്ടില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഒരു പിന്നാലെ അമേരിക്കയിലെ നാസ്ഡാക്ക് 100ലേക്ക് എത്തുകയാണെങ്കിൽ 3% ഇടിവിലാണ് നാസ്ഡാക്ക് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 ആണെങ്കിലും ഏകദേശം 1.5% ഇടിവ് രേഖപ്പെടുത്തി. മറ്റ് രണ്ട് സൂചികളെ അപേക്ഷിച്ച് ഡൗ ജോൺസിന് മാത്രമാണ് ഒരല്പമെങ്കിലും ഇന്നലത്തെ ഒരു പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടിരുന്നത്. ഏകദേശം 1.5% നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്യാൻ ഡൗ ജോൺസിന് സാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ സൂചികളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിനോറിയുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇന്നലെ നമ്മളൊരു മിക്സഡ് ബാഗ് ആയിരുന്നു അമേരിക്കൻ വിപണിയിൽ കാണാൻ സാധിച്ചത്. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അല്ല പറഞ്ഞതുപോലെ വളരെ ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ആഴ്ച തന്നെ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. ഇന്നലെ ബാങ്കിങ് സ്റ്റോക്സ് അതുപോലെ തന്നെ അവിടുത്തെ ഓട്ടോമൊബൈൽ കമ്പനികളിലൊക്കെ നമുക്ക് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോഴേക്കും പ്രധാനമായിട്ട് 3-4 സ്റ്റോക്സിൽ മാത്രമായിരുന്നു നമുക്ക് മേജർ സെൽ ഓഫ് കാണാൻ സാധിച്ചത്. അതിൽ എടുത്തു പറയാനുള്ളത് ഇറ്റ് ഇസ് നാച്ചുറലി എൻവിഡിയയിൽ നമുക്ക് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകിയതിനു ശേഷം തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് പ്രഷറായിരുന്നു കാണാൻ സാധിച്ചത്. എൻവിഡിയയുടെ കേസിൽ നമുക്ക് ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ വീണ്ടും കാണണമെങ്കിൽ $130 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എൻവിഡിയക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. അതിനോടൊപ്പം തന്നെ ഇന്നലെ മാർവലിലും അതുപോലെ തന്നെ ബ്രോഡ്കോമിലും കൂടെ നമുക്ക് ശക്തമായിട്ടൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചിരുന്നു. എൻവിഡിയ പോലെ തന്നെ ഈ രണ്ട് സ്റ്റോക്സിലും നമുക്കൊരു ബെയറിഷ് അണ്ടർടോണോ ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു നമുക്ക് ആ ട്രെൻഡ് കാണാൻ സാധിച്ചത്. ആപ്പിളിന്റെ കേസിൽ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ആപ്പിളിന്റെ കേസിൽ കാണാൻ സാധിച്ചു. ആപ്പിളിന്റെ കേസിൽ ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് $235. എനിക്ക് തോന്നുന്നത് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. അതിന് ശേഷം $242 റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നു. ടെസ്ലയുടെ കേസിലും നമുക്ക് ഒരു ബൈയിങ് സപ്പോർട്ട് കാണാൻ സാധിച്ചിരുന്നു. ടെസ്ലയുടെ കേസിലും നമ്മൾ $375 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആൻഡ് ഒരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ $425 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ക്രൂഡിൽ ആദ്യത്തെ കഴിഞ്ഞ വീക്കിലേക്ക് ഒരു ശക്തമായിട്ട് സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. എന്നാൽ ഇന്നലെ മുതൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ക്രൂഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ക്രൂഡിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് ഇപ്പോൾ. WTI ക്രൂഡ് ആണെങ്കിലും ശരി, ബ്രന്റ് ക്രൂഡ് ആണെങ്കിലും ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ക്രൂഡിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏത്? ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ 7 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ക്രൂഡിന്റെ കേസിൽ അടുത്ത മേജർ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് $72. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല $72 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ഇന്ന് ലഭിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. $75 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ ഒരു ഏർലി അവേഴ്സ് തൊട്ട് പരിശോധിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ നല്ലൊരു ബൈയിങ് മൊമെന്റം വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് പ്രധാനമായിട്ടും കാണുന്നത്. നിലവിൽ ട്രോയ് ഓൺസിന് $2,740 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് സ്വർണത്തിന്റെ പ്രോബ്ലം ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തില് $2,801 ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയത്. ജനുവരി 24 അതേ ലെവലിലോട്ട് സ്വർണം എത്തിയതിനു ശേഷമായിരുന്നു ഇന്നലെ നമുക്കൊരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചത്. സോ വി ഹാവ് ഗോട്ട് ടു ബി വെരി കെയർഫുൾ. സ്വർണത്തിന് $2,803 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്കൊരു പുതിയ ലോ റിസ്ക് ട്രേഡിംഗ് അവസരം ലഭിക്കും. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. പക്ഷേ വെള്ളിയാഴ്ച നിക്ഷേപകർ അല്പം ആശങ്കയൊക്കെ അകത്തിയിരുന്നു എങ്കിൽ പോലും ഇന്നലത്തെ ഒരു ട്രേഡിങ്ങോട് കൂടി ഹെവി ആയിട്ടൊരു സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 23,000 എന്നൊരു ലെവലും കൈവിട്ടുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 22,829.15 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50 ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബെയറിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. ബട്ട് നിഫ്റ്റി 50യുടെ കേസിൽ നമുക്ക്
ഈ ആഴ്ച മിക്കവാറും ഇന്ന് തന്നെ നമുക്കൊരു ഷോർട്ട് കവറിംഗ് പ്രതീക്ഷിക്കാം. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ 23,450 പോയിന്റ്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 23,900 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. യെസ് സർ, അതിനോടൊപ്പം തന്നെ ഇതിനോട് ആഡ് ഓൺ ചെയ്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം താങ്കൾ ഏകദേശം ഒരു 30 വർഷത്തിലധികമായിട്ട് ഇന്ത്യൻ ഓഹരി വിപണി വളരെ കീനായിട്ട് വാച്ച് ഔട്ട് ചെയ്യുന്നതാണ്. ഇത്രയധികം സെൽ ഓഫ്, ഒരുപക്ഷെ ഇതിലൊരു bubble.com ക്രാഷും അതിനോടൊപ്പം തന്നെ 2008 ആ ഒരു റിസഷൻ ടൈമിലെ മാർക്കറ്റിന്റെ അവസ്ഥയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സെൽ ഓഫിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഒപ്പം തന്നെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ഇപ്പോൾ ഈ ഒരു ഇടിവിൽ പാനിക് ആകേണ്ടതുണ്ടോ? നമ്മൾ മാർക്കറ്റിന്റെ ഇടിവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നോ ഇന്നലെ ആരംഭിച്ച കറക്ഷൻ അല്ല. ഞാൻ ഇതിനെ ഇടിവായിട്ടല്ല കരുതുന്നത്. ഇറ്റ്സ് നാച്ചുറൽ കറക്ഷൻ. സോ നമ്മൾ നിഫ്റ്റി 50യുടെ അണ്ടർടോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസമായിരുന്നു നമുക്ക് മാർക്കറ്റിന്റെ ബോട്ടം കാണാൻ സാധിച്ചത്. അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു 3-3.5 മാസം നമുക്കൊരു ബുള്ളിഷ് റാലി കാണാൻ സാധിച്ചു. സെപ്റ്റംബർ 27 ആയിരുന്നു നിഫ്റ്റി 50യുടെ ഓൾ ടൈം ഹൈ. അതിനുശേഷം നമ്മൾ ഗ്രാജുവൽ ആയിട്ട് മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് 4-5 മാസമായിട്ട് നമുക്ക് മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്, നിഫ്റ്റി IT മേഖലയൊക്കെ നോക്കുമ്പോഴേക്കും നിരവധി സ്റ്റോക്സിൽ നമുക്കിപ്പോ വാല്യൂ ബൈയിങ്ങിന് അവസരം റെഡിയായി വരുന്നു. അതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് ചില സ്റ്റോക്സ്. നമ്പർ 1 ഇസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്പർ 2 റിലയൻസ് ഇൻഡസ്ട്രി, നമ്പർ 3 ഏഷ്യൻ പെയിന്റ്സ്, HDFC ലൈഫ് ഇൻഷുറൻസ്, ബജാജ് എക്വിൻസ്, അതുപോലെ തന്നെ മാരുതി. നിരവധി സ്റ്റോക്സിൽ നമുക്ക് അട്രാക്റ്റീവ് വാല്യുവേഷൻ ലെവൽസിലോട്ട് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ അനില ചോദിച്ച വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആയിരുന്നു. സോ ഇതിൽ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നതും പ്രേക്ഷകർ ഓർത്തിരിക്കേണ്ടതും വാറൻ ബഫറ്റിന്റെ വാക്കുകളാണ്. സോ അദ്ദേഹം പറഞ്ഞത്, you should look to invest when others are fearful. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഭയക്കുന്ന സമയത്തായിരിക്കാം നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങി നമ്മുടെ ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ ശ്രമിക്കേണ്ടത്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നല്ല മാനേജ്മെന്റ്, നല്ല ഫൈനാൻഷ്യൽസ്, നല്ല ബിസിനസ് ഉള്ള സ്റ്റോക്സിൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് ഈ ഒരു അവസരം നമ്മൾ പാഴാക്കരുത്. അതിനോടൊപ്പം തന്നെ നമുക്ക് അടുത്തതായിട്ട് നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനേക്കാളും ഇടിവിന്റെ ഒരു തോത് അല്ലെങ്കിൽ ആ ഒരു ആക്കം അല്പം കുറവായിരുന്നു ഇന്നലെ നിഫ്റ്റി ബാങ്ക് സൂചികയിൽ എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 48,064 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും അതിനൊരു സപ്പോർട്ട് ആയിരിക്കുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ SBI അതിനോടൊപ്പം തന്നെ ICICI ബാങ്കിന്റെ ഓഹരികളുമാണ്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുക. ബട്ട് നിഫ്റ്റി ബാങ്കിൽ നിഫ്റ്റി 15 തമ്മിലുള്ള വ്യത്യാസം ഇന്നലെ എന്തായിരുന്നു കാണാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിഫ്റ്റി ബാങ്കിൽ നമുക്കൊരു ക്യാപ് ഡൗൺ ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിൽ ഒരു ക്ലോസിംഗ് ടൈം ആകുമ്പോഴേക്കും നമുക്ക് എസ്പെഷ്യലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് നമുക്കൊരു റിക്കവറി കാണാൻ സാധിച്ചു. ബട്ട് ദാറ്റ് വാസ് ഓൺലി ഷോർട്ട് കവറിംഗ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 49,800 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് അതിനേക്കാൾ വലിയൊരു കടമ്പ നമുക്ക് കിടക്കാനുള്ളത് 51,300 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ക്രോസ് ചെയ്താൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. യെസ്, അതിനോടൊപ്പം തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന SBI അടക്കമുള്ള പല ഓഹരികളിലും ഒരു വാല്യൂ ബൈങ് നല്ലൊരു വാല്യൂഷൻ നിലയിലേക്ക് എത്തുന്നുണ്ടെന്ന്. ഇന്നലെ ഇപ്പോൾ SBIയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കറക്റ്റീവ് മോഡ് നിൽക്കുന്ന വിപണിയിൽ പോലും 0.5% നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് SBIക്ക് സാധിച്ചിട്ടുണ്ട്. SBIയുടെ സ്റ്റോക്സിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നമ്മളൊരു എഗൻസ്റ്റ് ദ ട്രെൻഡ്, ഒരു കോൺട്രേറിയൻ വ്യൂ എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 720. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 785, അതിനുശേഷം 825 ആയിരിക്കും. 825ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിക്കും.
യെസ്, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ IDFC ഫസ്റ്റ് ബാങ്കിലുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ഒരു വീക്കിൽ നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രീറ്റിന്റെ അനുമാനങ്ങൾക്കൊത്ത് ഉയരാനായിട്ട് ആ ഒരു നമ്പേഴ്സിന് സാധിച്ചിട്ടില്ല. ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഇന്നലെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. 8.5% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ വളരെ മോശമായിട്ടൊരു ക്വാർട്ടർലി റിസൾട്ട് ആയിരുന്നു നമുക്ക് 2 ദിവസം മുൻപ് നൽകിയത്. അതിനെ തുടർന്ന് ഓൾറെഡി ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു. ഇന്നലെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലായിരുന്നു മാർക്കറ്റ് ഈ സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത്. ആൻഡ് കണ്ടിന്യൂസ്ലി നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുമായിരുന്നു. സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. നമ്മളിപ്പോ ഒരു ലോ പ്രൈസ്ഡ് ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്ന ഒരു സ്റ്റോക്ക് യൂക്കോ ബാങ്ക്, സ്മോൾ ക്യാപ്പ് പബ്ലിക് സെക്ടർ ബാങ്ക് യൂക്കോ ബാങ്ക്. ആൻഡ് യൂക്കോ ബാങ്കിന്റെ കേസിൽ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 45 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 47 അതിനുശേഷം 53 രൂപയായിരിക്കും റെസിസ്റ്റൻസ്. 53ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ we are going to see a very, very strong upward move. യെസ്, മറ്റൊരു പ്രേക്ഷകൻ NMDCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. NMDCയെ സംബന്ധിച്ച് ഇന്നലെ ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനുവരി 13 ആയിരുന്നു ഒരു 52 വീക്ക് ലോയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. NMDCയിൽ ഇനിയുള്ള താങ്കളുടെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി NMDCയുടെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചു. ബട്ട് വീണ്ടും ഇന്നലെ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 63 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള സപ്പോർട്ട് 60 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ടാറ്റ സ്റ്റീലിലുള്ള താങ്കളുടെ ഒരു ടേക്ക് കൂടി ചോദിച്ചിട്ടുണ്ട്. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? നമ്മൾ NMDCയിൽ കണ്ട സിമിലർ പാറ്റേൺ ടാറ്റ സ്റ്റീലിലും കാണാൻ സാധിക്കുന്ന ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ആൻഡ് NMDCയിൽ കണ്ടതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചു. ഇപ്പോൾ നമുക്ക് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 124 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നു. മറ്റൊരു പ്രേക്ഷകൻ CDSLുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. CDSLുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? CDSLന്റെ കേസിൽ നമുക്ക് ഡിസംബർ മാസത്തിന് തുടക്കം മുതൽ തന്നെ കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ CDSLന്റെ കേസിൽ നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കാണാൻ സാധിച്ചു. അതിനുശേഷം വീണ്ടും തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്ക് നേരിട്ടിരുന്നു. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1318 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് സോൺ 1410 മുതൽ 1490 രൂപ വരെ. ഈ ഒരു റേഞ്ചിനിടെ നമുക്ക് ലോങ് പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയും നമ്മൾ ശ്രമിക്കണം. യെസ്, അതിനോടൊപ്പം തന്നെ ലോധയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ലോധയിൽ ഇനി മുന്നോട്ടേക്കൊരു നിക്ഷേപകൻ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ഓഹരിയെ നോക്കിക്കാണുന്നത്? ലോധയുടെ കേസിലും റിയാലിറ്റി സ്റ്റോക്സിനോടൊപ്പം തന്നെ അണ്ടർടോൺ വളരെ ബെയറിഷായി തന്നെ തുടരുന്നു. സോ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു നേരിയ ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ച വീണ്ടും ഷോർട്ട് കവറിംഗ് തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1160 മുതൽ 1200 രൂപ വരെ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1040 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ 1355 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 1605 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1750 ഒപ്പം തന്നെ ഒല ഇലക്ട്രിക്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഒല ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി നിരാശപ്പെടുത്തിയ സ്റ്റോക്സിൽ ഉൾപ്പെടുന്ന ഒരു സ്റ്റോക്ക് ഒല ഇലക്ട്രിക്. ആൻഡ് ഇന്നലത്തെ ആ ഒരു വീക്ക് ക്ലോസിനെ തുടർന്ന് ഈ സ്റ്റോക്ക്
ഒരു പുതിയ ഓൾ ടൈം ലോ ലെവലിലോട്ട് എത്തിച്ചേരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 66 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 78 മുതൽ 80 രൂപ വരെ. ഒപ്പം വിവിധ അദാനി ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ഒരു പ്രേക്ഷകൻ അദാനി പോർട്സിലുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. അദാനി പോർട്സിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അദാനി പോർട്ടിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് അദാനി പോർട്ടിന്റെ കേസിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് 1055 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നമ്മൾ ആ ഒരു ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഷോർട്ട് ടേമിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 1130 അതിനുശേഷം 1200 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ അദാനി പവറിലുള്ള ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. അദാനി പവറിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഏതൊക്കെ ലെവലുകളായിരിക്കും താങ്കൾ മുന്നോട്ടേക്ക് ഇനി വാച്ച് ചെയ്യുക? അദാനി പവറിന്റെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വോളറ്റിലിറ്റിയെ തുടർന്നിട്ട് നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബെയറിഷ് ട്രെൻഡ് സൈഡ് വേസ് ട്രെൻഡായി മാറുന്ന ഒരു സിറ്റുവേഷനെ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് 440 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ഷോർട്ട് ടേമിൽ വീണ്ടും ഒരു ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 555 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 625 രൂപയിലായിരിക്കും. അതിനോടൊപ്പം തന്നെ JP പവറിലുള്ള ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. JP പവറിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? JP പവറിന്റെ ഫൈനാൻഷ്യൽസ് ഒട്ടും മികച്ചതല്ല. ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് നടക്കുന്ന ഒരു സ്റ്റോക്കാണ് JP പവർ. ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ പൂർണ്ണമായിട്ട് ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ നേരത്തെ ചോദിച്ചിരുന്നു ഒരു ലോങ് ടേം നിക്ഷേപകന് എന്താ ചെയ്യേണ്ടതെന്ന്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ സ്റ്റോക്സ്, നല്ല ബിസിനസ്, നല്ല ഫൈനാൻഷ്യൽസിലുള്ള സ്റ്റോക്കിലായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇത്തരം സ്റ്റോക്സ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. അടുത്തതായിട്ട് PNB ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 6% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിരുന്നത്. PNBയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? PNB ഹൗസിംഗ് ഫിനാൻസിലുള്ള ഒരു ടേക്ക് എന്താണ്? PNB ഹൗസിംഗ് ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ട് ബെയറിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഇന്നലത്തെ ആ ഒരു കനത്ത സെല്ലിങ്ങിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 778 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് LICയിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. LICയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? LICയുടെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ട് ബെയറിഷായി തന്നെ തുടരുന്നു. LICയുടെ കേസിൽ നമുക്ക് 800 രൂപീസിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും നമുക്ക് ഈ സെല്ലിംഗ് പ്രഷർ വർദ്ധിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. LICയുടെ കേസിൽ നമുക്കൊരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 865 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 900 രൂപയിലായിരിക്കും. അടുത്തതായിട്ട് കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ ലിമിറ്റഡ് അഥവാ CGCL എന്നൊരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ക്യാപ് സ്പേസിൽ പറ്റിയ ഒരു ഓഹരി ഇന്നലെ 9% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. CGCLലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? CGCLന്റെ കേസിലെ കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് വിലയിരുത്തുന്നത്. ആൻഡ് കഴിഞ്ഞ ഒരു മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം സ്റ്റോക്സ് വീണ്ടും നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ബട്ട് ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് ഓൾറെഡി ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 220 രൂപ. 220ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ നമുക്കൊരു നല്ല മൂവ്മെന്റ് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. കോൾ ഇന്ത്യ ഇന്നലെ 2% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കോൾ ഇന്ത്യയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇപ്പോൾ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 358 രൂപ. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 402 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി.